എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഫെഡറൽ ബാങ്കിലേക്ക് പരീക്ഷയില്ലാതെ ജോബ് വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫെഡറൽ ബാങ്കിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് IT ഓഫീസേഴ്സാണ്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇതിലേക്ക് അപേക്ഷ ആരംഭിച്ചത് ഫെബ്രുവരി 19 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 26 താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ജോലി വരുന്നത് IT ഡൊമൈനിലാണ്. ഏതൊക്കെ റോളുകളാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 27ഓളം റോളുകളാണ് വരുന്നത്. ആർക്കിടെക്റ്റ് ഉണ്ട്, ആൻഡ്രോയിഡ് ഡെവലപ്പർ, ഡാറ്റാ സയൻറ്റിസ്റ്റ്, ജാവ ഡെവലപ്പർ, പ്രൊജക്റ്റ് മാനേജർ, RPA ഡെവലപ്പർ, സിസ്റ്റം അനലിസ്റ്റ്, ടെസ്റ്റിംഗ് എഞ്ചിനീയർ തുടങ്ങി ഒരുപാട് റോളുകളാണ് വരുന്നത്. ഇതിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഫ്രഷേഴ്സ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. MSc പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ആണ് വേണ്ടത്. അപ്പോൾ ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അവസരമുള്ളത്. കൂടാതെ 10ാം ക്ലാസ്സിലും +2നും ഡിഗ്രിക്കും PGക്കും കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. പ്രായപരിധി 27 വയസ്സ് കവിയരുത്. അപ്പോൾ ഫ്രഷേഴ്സ് കാറ്റഗറി ആണെങ്കിൽ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA ഉള്ളവർക്കാണ് അവസരമുള്ളത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ആണ്. കൂടാതെ കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ IT ഡൊമൈൻ. എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. BE അല്ലെങ്കിൽ BTechും കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസുമാണ് വേണ്ടത്. 10ാം ക്ലാസ്സിലും +2നും ഡിഗ്രിക്കും കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ് കവിയരുത്. ഇതാണ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് കാറ്റഗറിയിലായാലും ഫ്രഷേഴ്സ് കാറ്റഗറിയിലായാലും യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ച് ഒരു ആപ്ലിക്കേഷനാണ് ഒരു കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ശമ്പളം വരുന്നത് ആനുവലി 12.54 ലാക്സ് മുതൽ 16.64 ലാക്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 16 ലക്ഷം വരെ ശമ്പളം ലഭിക്കാവുന്നതാണ്. ഇനി പോസ്റ്റിംഗ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഇനിഷ്യലി പോസ്റ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ, എറണാകുളം ഓർ മുംബൈ ബ്രാഞ്ചുകളിലായിരിക്കും ആദ്യമേ ജോലി വരുന്നത്. അപ്പോൾ കേരളത്തിലും ഒഴിവ് വരുന്നുണ്ട്. ബാംഗ്ലൂർ, എറണാകുളം, മുംബൈയിലുള്ള ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലും ഓഫീസുകളിലുമായിരിക്കും ജോലി വരുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഫ്രഷേഴ്സ് ആണെങ്കിൽ 2 ഇയേഴ്സ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ 1 ഇയർ ആയിരിക്കും പ്രൊബേഷൻ വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നില്ല. ആദ്യം ആപ്ലിക്കേഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത് ഓഫ്ലൈനായിട്ടായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ വരുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, എറണാകുളം, കൊൽക്കത്ത, മുംബൈ ആണ്. ഈ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 26 അപേക്ഷിക്കാനായി നിങ്ങൾ www.federalbank.co.in എന്ന സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ്. അവിടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഓഫ് IT ഓഫീസേഴ്സ് സ്കെയിൽ 1 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ആണെങ്കിൽ ലേറ്റസ്റ്റ് റെസ്യൂമെ PDF ഫോമാറ്റിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫയൽ സൈസ് 2 MBയിൽ താഴെ ആയിരിക്കണം. നിങ്ങളുടെ എലിജിബിലിറ്റിയുടെ ഒക്കെ തന്നെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഓരോ റോളിൻ്റെയും റെസ്പോൺസിബിലിറ്റിയും സ്കിൽസും എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. നല്ല ശമ്പളത്തിൽ, നല്ല ഉയർന്ന ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. പരീക്ഷ ഇല്ലാതെയാണ് നിയമനം ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സ് കാറ്റഗറിയിലും എക്സ്പീരിയൻസ്ഡ് കാറ്റഗറിയിലും അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 26 ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.